രാഷ്ട്രീയത്തിൽ പലതരം പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ റീത്ത് കൊണ്ടുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു CPM-ന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ VS അനിൽകുമാറിന്റെ വീടിന് മുൻപിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വീടിന് മുൻപിൽ റീത്ത് വെച്ചിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സുരക്ഷാ വീഴ്ച എന്നൊക്കെ, പോലീസുകാരുടെ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ പോലീസുകാർ ഇത് കാണാതെ പോയി എന്നൊക്കെ പറഞ്ഞാലും ഒരർത്ഥത്തിൽ പോലീസുകാർ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കില്ല ഇത്തരത്തിലൊരു പ്രവർത്തനം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷെ നമ്മളെ ഈ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അറിയാത്ത കാര്യങ്ങൾ ഈ ചെയ്ത് കാണിച്ചു കൊടുക്കും. ആര്? ചില അതിബുദ്ധിമാന്മാർ ചില അണ്ടർഗ്രൗണ്ട് പണികളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കും. ബുദ്ധിയുള്ളവർ അത് മനസ്സിലാക്കിയിട്ട് തിരിച്ച് അവനിട്ട് തന്നെ പണി. ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വിചാരിക്കുന്ന തലയ്ക്കകത്ത് മൂള എവർക്ക് മാത്രമേ ഉള്ളെന്നാണ്. ബഹുമാനപ്പെട്ട അനിൽകുമാർ എന്ന് പറയുന്ന MN വിജയന്റെ മകന്റെ വീട്ടിന് മുന്നിൽ റീത്ത് വെച്ചപ്പോൾ എവർ വിചാരിച്ച് പ്രതീകാത്മകമായി എവർ കാണിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതീകാത്മക സമരം. യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാർക്കും ബുദ്ധിയൊക്കെ ഉണ്ട്. അല്ല, ഇവിടെ ബുദ്ധിയുടേതല്ല, പ്രധാനമായും ഇവിടെ അന്ന് ഈ പറയുന്ന റീത്ത് വെച്ചപ്പോൾ തള്ളിപ്പറഞ്ഞ പാർട്ടി പ്രവർത്തകരെ തള്ളിപ്പറഞ്ഞ അതേ ജനങ്ങൾ ഈ പറയുന്ന വീണ ജോർജിന് വീടിന് മുൻപിൽ റീത്ത് വെച്ച സമയത്ത് വെച്ച ആളുകളെ അനുമോദിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് VS അനിൽകുമാറിനെതിരെ റീത്ത് വെച്ചത് CPM-ന്റെ മണ്ടത്തരമായി മാറിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു പുസ്തക പ്രകാശനത്തിൽ പുസ്തകം ഏറ്റുവാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരു റീത്ത് വെച്ച് ഭീഷണിപ്പെടുത്തുക, അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു കൊന്നുകളയും എന്നുള്ള ഭീഷണി തന്നെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ വീണ ജോർജിന് മുൻപിൽ റീത്ത് വെച്ചെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായ കാരണമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഒരു അനാസ്ഥയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒരു സ്ത്രീയുടെ വയറിൽ 5 വർഷങ്ങൾക്ക് മുൻപ് കത്രിക കുടുങ്ങുന്നു ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം. ഇപ്പോൾ അതിനെക്കുറിച്ച് പരാതിയുമായി പോയപ്പോൾ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മുതിർന്ന ഡോക്ടർ പറയുന്ന ഒരു കാര്യം, 5 അല്ല 50 വർഷം ആ കത്രിക അവിടെ ഇരുന്നെങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കാൻ പോകില്ലായിരുന്നു എന്ന് പറയുന്നു. ഇതിനൊക്കെ അനാസ്ഥ എന്നല്ല ഇതിനേക്ക് പറയേണ്ടത്, തോന്നിയാസം എന്ന് പറയേണ്ടി വരും. കാരണം മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ സാധാരണക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ വീട്ടിലല്ലാതെ പിന്നെ വേറെ എവിടെ കൊണ്ടുപോയി റീത്ത് വെക്കണം എന്നുള്ളത് വലിയൊരു പ്രസക്തമായ ചോദ്യം തന്നെയാണ്. റീത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആരോഗ്യമന്ത്രി വീണ ജോർജ് അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ റീത്ത് വെച്ചിരിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിരിക്കുന്ന അവർക്ക് നമ്മൾ ഈ കുതിരപ്പവൻ എന്നൊക്കെ പറയില്ലേ, അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു അനുമോദനം കേരള ജനത കൊടുക്കണം. കാരണം സാധാരണക്കാരന്റെ ആശുപത്രിയാണ് സർക്കാർ ആശുപത്രി. അപ്പോൾ ഒരു ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അവർ സാധാരണക്കാരി ആയിരിക്കണം. അത് ഞാൻ മറ്റൊരു കാര്യം എനിക്ക് രാഷ്ട്രീയത്തെ അതീതമായി പറയാനുള്ളത്, ഈ ശൈലജ എന്ന് പറയുന്ന മന്ത്രി കുറച്ചെങ്കിലുമൊക്കെ ഒരു സാധാരണക്കാരി ആയിരുന്നു എന്ന് പൊതുസമൂഹത്തിന് കുറച്ചെങ്കിലുമൊക്കെ രാഷ്ട്രീയത്തിന് അതീതമാണ് ഈ പറയുന്നത് എന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കരുതുക. അപ്പോൾ ഇവിടെ ഇവരാരാണ്? ഇവരെ ഇങ്ങനെ വെള്ളിത്തളികയിൽ വന്ന് ഇറങ്ങിയതാണ്. വെള്ളിത്തളികയിൽ കൊണ്ടിറക്കിയിട്ട് വെള്ളിത്തളികയിൽ ജീവിക്കുന്ന ഇവർക്കെന്താ? ഇവരെവിടെയാ ജീവിക്കുന്നത്? തീർച്ചയായിട്ടും ഇവരെ ഒരു മാധ്യമ പ്രവർത്തകയിലേക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ സാധാരണക്കാരെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന മാധ്യമ പ്രവർത്തകരെ നമുക്കറിയാം, എല്ലായിടങ്ങളിലും ക്യാമറ കണ്ണുകളുമായി അല്ലെങ്കിൽ എപ്പോഴും സൂക്ഷ്മദർശിനിയുമായിരിക്കുന്ന ആളുകളാണ്, എല്ലാ തെറ്റുകളെയും കണ്ടുപിടിക്കുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി പറയുന്ന സ്ഥാനത്തിലേക്ക് വരുമ്പോൾ, ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു MLA ആകുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് ആഗ്രഹിച്ചിരുന്നു പാവപ്പെട്ട ജനങ്ങൾ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു ചിന്താഗതി പാടില്ലായിരുന്നു. മാധ്യമപ്രവർത്തക എന്നല്ല, വ്യക്തികളെ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനങ്ങൾ ലഭിക്കുമ്പോൾ അവർ പെരുമാറുക എന്നുള്ളത് കൃത്യമായി വീണ ജോർജ് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. എനിക്ക് ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ഈ പറയുന്ന ശൈലജ ടീച്ചർ. അവർ ഈ പറയുന്ന വലിയ രീതിയിൽ കോവിഡ് മഹാമാരിയെ പിടിച്ചു കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ പോലും അതിന്റെയൊക്കെ യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും ഇത്രയും വലിയ അനാസ്ഥകളൊന്നും ആ സമയത്ത് ഗവൺമെന്റ് ആശുപത്രികളിൽ ഇല്ലായിരുന്നു. ഇത്രയും ഭയം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ആശുപത്രികളിൽ പോയി ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട്. വീണ ജോർജ് എന്ന് ഈ പറയുന്ന സ്ഥാനത്തേക്ക് ആരോഗ്യ മേഖലയുടെ മന്ത്രിയായി വന്നു അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഈ ഒരു സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ പറയുന്നത് പോലെ പെട്ടിയിലെ അവസാന ആണി, ഇത് അവസാന ആണിയല്ല, ഈ ആണി ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വരെ അടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല ഹർഷ, ഇതിനകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഇതിപ്പോ ഈ നമുക്ക് പറയുന്ന പ്രതിഷേധം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പ്രതിഷേധമാണ്, പൊതുസമൂഹത്തിന്റെ പ്രതിഷേധം. അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ യുവാക്കൾ ചെയ്യണം. കാരണം ഈ പറയുന്ന രീതിയിൽ ഇത് പോലീസ് അറിഞ്ഞില്ല. ഹർഷ തുടക്കത്തിൽ പറഞ്ഞ പോലെ പോലീസ് അറിഞ്ഞില്ല എന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് പറയുന്ന വഴുതക്കാട് നമുക്കറിയാം ഇത് എവിടെയാണ് ഇവരുടെ ഔദ്യോഗിക വസതി എന്ന്. ഇവിടെ ഈ പറയുന്ന രീതിയിൽ അറിയാതെ ഒന്നുമല്ല ചെന്നിരിക്കുന്നത്. ഈ നിയമം പോലീസിന് അറിയാമെന്നുള്ള ഒരു ഉദാഹരണമാണ് 3 പോലീസുകാർ ആ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നു. അത് വേറൊരു വശം. പോലീസ് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിലും സമരത്തിന്റെ വിജയമാണെന്ന് പറയാം, പോലീസ് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ പരാജയമാണെന്ന് പറയാം. ഏതായാലും പാവം പിടിച്ച 3 പോലീസുകാര് ക്യാമ്പിലെ പയ്യന്മാരാ, ഞാൻ കണ്ടു അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ. പക്ഷേ ഇത് കേരള സമൂഹത്തിന്റെ പ്രതിഷേധമാണ്. പിന്നെ ഒന്നുകൂടെ നമുക്കിത് പറയാം, ഇന്നലെ
ഈ സംഭവം നടക്കുമ്പോൾ ഇവർ മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്യുന്നതാണ്. ചില ഇടതുപക്ഷ അനുഭവമുള്ള മാധ്യമ മേഖലയിലെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിരുത്തി അവരെ അങ്ങ് മെഴുകി അങ്ങ് സപ്പോർട്ട് ചെയ്ത് കാണുന്നുണ്ടല്ലോ തോലിക്ക് ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് അവരുടെ കാര്യം. അവരൊക്കെ കൂടെ ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാ. നാണമില്ല സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇങ്ങനെ അവരെ ഇരുത്തി. ഞാൻ ആ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം അവരെയൊക്കെ നമുക്ക് ഇനിയും കാണേണ്ടത് കൊണ്ടാണ്. നാണമില്ല ഇത്രയും ഗതികെട്ട് നാറിയ ഒരു ആരോഗ്യമന്ത്രിയെ കൊണ്ടിരുത്തി വെള്ളപൂശാനായിട്ട്. എന്നിട്ട് ഇന്ന് രാവിലെ ഇത് സംഭവിക്കുമ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനുള്ളത്? പോലീസിന്റെ വീഴ്ച എന്ന് പറയൂ, അല്ലെങ്കിൽ പോലീസ് അറിഞ്ഞിട്ട് ചെയ്തെന്ന് പറയൂ? പോലീസിന്റെ വീഴ്ച എന്ന് പറയും, കാരണം പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ ആഭ്യന്തര മേഖലയുടെ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്തു കാര്യം ഈ പറയുന്ന രീതിയിൽ ഈ സംസ്ഥാനത്തെ പോലീസ് എന്ന് പറയുന്ന നിഷ്പക്ഷരാണ്. അവർ ഒരു വട്ടം പോലീസുകാർ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നാണ് അവർ മനസ്സിക്കരുതുന്നത്. അപ്പൊ ഈ പറയുന്ന 3 പോലീസ് ചെറുപ്പക്കാര്, പിന്നെ ഒന്നുകൂടെ നമുക്ക് ഇതിൽ പറയാം. ഈ പറയുന്ന ഹർഷ പറഞ്ഞു മാധ്യമപ്രവർത്തകർ, ഫോർത്ത് എസ്റ്റേറ്റ് അവരെ കുറ്റമല്ല. നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇത് കണ്ടെത്തുന്നു, അറിയിക്കേണ്ടവരെ അറിയിക്കുന്നു. ഈ പണി ചെയ്തിരുന്നെങ്കിൽ ഈ പണി അങ്ങ് ചെയ്തവർ പോയാൽ പോരായിരുന്നു. ഇവർ എന്തിനാണ് ഈ പറയുന്ന രീതിയിൽ? മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന പൊതുമരാമത്ത് മന്ത്രി, മുഖ്യമന്ത്രിയുടെ മരുമകനാണ് ഈ ശുപാർശ കൊണ്ടുപോയത്. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങേ കപ്പിത്താനെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തൊക്കെ പറഞ്ഞും സഭയിൽ പുകഴ്ത്തിയെങ്കിലും ഇത്രയും ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു സാധനത്തിനെയാണല്ലോ താങ്കൾ ആരോഗ്യമന്ത്രിയാക്കി വെച്ചത് എന്ന് താങ്കളോട് ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും ഓരോ മേഖലയും തകർച്ചയിലേക്കാണെന്ന് പറയുമ്പോഴും എണ്ണി പറയാൻ സാധിക്കുമെങ്കിലും ഇത്രയും തകർച്ചയുള്ള ഒരു മേഖല, അതും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു മേഖല എന്ന് പറയുമ്പോൾ ഈ സർക്കാരിന് ഏറ്റവും വലിയ പരാജയമായിട്ട് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇവരെ തള്ളുന്നതും ഈ ആരോഗ്യ മേഖലയിലെ ഒരു വീഴ്ച കൊണ്ട് തന്നെയായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ ഒന്നിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതാണ് കാര്യം. ഒട്ടുമിക്ക ഗവൺമെന്റ് ആശുപത്രികൾക്കും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സമ്മതിക്കുന്നു. പക്ഷേ സ്കൂളുകൾ നിർമ്മിച്ചു, ഇതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഈ നിർമ്മിച്ചത് കൊണ്ട് ഉപകാരമുണ്ടായോ എന്നുള്ളതാണ് ചോദ്യം. കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ കണ്ടിരുന്നു, പുതിയ കെട്ടിടം നിർമ്മിച്ചു, പക്ഷെ അങ്ങോട്ടേക്ക് എല്ലാ സൗകര്യങ്ങളും മാറ്റുന്നതിന് മുൻപ് പഴയ കെട്ടിടം ഇടിഞ്ഞു വീണു, ഒരു സ്ത്രീ മരിക്കുന്നു, ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിക്കുന്നു. അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആണെന്ന് തോന്നുന്നു, ഒരു വശം ഇടിഞ്ഞു വീഴുന്നു, മറ്റൊരു മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തീ പിടിക്കുന്നു, അല്ലെങ്കിൽ ICUവിൽ തീ പിടിക്കുന്നു, കത്ത് പിടിക്കുന്നു, ICUവിനകത്തുള്ള ഈ പറയുന്ന ഓക്സിജൻ സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നു. തുടർച്ചയായി എത്രയോ സംഭവങ്ങൾ. അതൊക്കെ ഈ ഉപകരണങ്ങളുടെ വശം. ഇനി ഉദ്യോഗസ്ഥരുടെ വശത്തു നിന്നും കൃത്യമായി ഈ പറയുന്ന ഡോക്ടർ ലളിതാംബിക പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ പല തസ്തികകളിലും ആളുകളില്ല എന്നുള്ളത്. ഇവർക്ക് ചെയ്യാവുന്നതിനൊരു പരിമിതികളുണ്ട്. കാര്യം ഡോക്ടർമാരാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടതും ഏറ്റവും കൂടുതൽ മനസ്സമാധാനം വേണ്ടതും ഡോക്ടർമാർക്കാണ്. അത് മനസ്സമാധാനത്തോടെ ജോലി ചെയ്യാൻ സാധിക്കണം. അങ്ങനെ ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കാൻ ഈ സർക്കാരിന് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഒരു സിസ്റ്റം തകരാറിലാണ് സാർ എന്ന് പറയുന്ന നമ്മുടെ വീണ ജോർജ് മനസ്സിലാക്കണം. സിസ്റ്റം ശരിയാക്കാനാണ് നിങ്ങളെ ആ ഒരു സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തിയിരിക്കുന്നത്. പിന്നെ എന്തിനാ അങ്ങനെ ഒരു മന്ത്രി? സിസ്റ്റം ശരിയാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു മന്ത്രിയുടെ ആവശ്യം അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ഡോക്ടർ വന്ന് പറഞ്ഞിരുന്നു സിസ്റ്റത്തിന്റെ കുഴപ്പങ്ങളാണ്. ഡോക്ടർ പറഞ്ഞ സിസ്റ്റത്തിന്റെ കുഴപ്പം എന്ന് ഉദ്ദേശിക്കുന്നത് തലപ്പൊക്കത്തിരിക്കുന്ന പല നേതാക്കന്മാരുടെയും കുറവുകളെ തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹർഷ, ഇതിനകത്ത് നമ്മൾ പറയേണ്ട ഒരു കാര്യം അറിയോ? നമുക്ക് ഒന്നുകൂടി ഇതിൽ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. അതായത് ഈ പറയുന്ന വീണ ജോർജിനെ നമ്മൾ കുറ്റം പറയുമ്പോഴും അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ പാർട്ടി അങ്ങനെയാണ്. ഈ പാർട്ടി AK സെന്ററിൽ നിന്ന് ഒരു അവതാരത്തിനെ കൊണ്ട് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. എനിക്ക് പേര് പറയാനേ എനിക്ക് അറിയാത്തോണ്ടല്ല, നാണം കെട്ടവനെയൊക്കെ അവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. ഈ നാണം കെട്ടവന്റെ അടുത്തൊക്കെ ഇവർക്കൊന്നും പറയാനുള്ള വോയിസ് ഇല്ലടോ. ഇവർക്ക് വോയിസ് ഇല്ല. ഞങ്ങൾ ഈ പറയുന്ന മന്ത്രിയുടെ ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ളതാണ്. ഇവർക്ക് ഒരു ചെയ്യാൻ പറ്റില്ല. കാര്യം അവിടെ ഇരിക്കുന്ന അവതാരം പറയണം, ഒന്നും അനങ്ങണമെങ്കിൽ, ഒന്നും അങ്ങോട്ട് പോകണമെങ്കിൽ അവതാരം പറയണം. ഇവിടെ ആശമാരെ സമരം വന്നല്ലോ. ആശമാരെ സമരം വന്നപ്പോൾ ഈ കണ്ട വീട് തള്ളി തുറന്ന് ഈ യൂത്ത് കോൺഗ്രസ് പയ്യന്മാർ കയറിയില്ലേ, ഈ പെണ്ണുങ്ങള്, ഇവരൊരു സ്ത്രീവർഗത്തിൽപ്പെട്ട ഒരാളാണല്ലോ. ആ പാവ സ്ത്രീകൾ അവിടെ വന്നപ്പോൾ ഇവരെ ഭർത്താവ് ഒരുമാതിരി ബാല്യക്കാരെടുത്ത് പെരുമാറുന്ന പോലെ ഇവിടെ ആരുമില്ല, നിങ്ങൾ പൊക്കോന്ന്. ഈ മന്ദിരം ആരതാ? ഈ സർക്കാർ മന്ദിരം ആര്? എന്റെയും നിങ്ങളുടെയും നികുതി കാശിലുള്ള മന്ദിരമാണ്, അല്ലാതെ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുകൊടുത്തല്ല. അപ്പൊ ഇതില് ഈ പറയുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയുടെ വരട്ട് തത്വവാദം, ഇത് അവർക്കൊന്നും അനങ്ങാൻ പറ്റിയിട്ടില്ല. സിസ്റ്റത്തിന് തകരാറെന്ന് വീണ ജോർജ് പറയുമ്പോ, അല്ലെങ്കിൽ ഈ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ആ മനുഷ്യനെ നമ്മൾ പെടുത്തിയ പാട് കണ്ടല്ലോ. എടോ, ഇവിടെ ഒരു കൂട്ടം വരട്ട് തത്വവാദികൾ, കുറെ മൂരാച്ചികള് ഈ പാർട്ടിയെ നയിക്കുന്ന ഇവനൊക്കെയാണ് എന്തോ ആണെന്നൊരു തോന്നലുള്ള ഈ വേദി ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അത്രയും പരനാറികളാണ് ഈ കുഴപ്പമെല്ലാം ഉണ്ടാക്കി വെക്കുന്നത് മാത്രമേ പറയാം. തലസ്ഥാനത്ത് ജീവിക്കുന്നവനാണ് ഞാൻ. തലസ്ഥാനത്ത് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന് അടുത്ത് ജീവിക്കുന്നവനാണ്. എനിക്കറിയാത്തതല്ല ഈ പരനാറികളെയൊക്കെ. അപ്പോൾ ഈ പറയുന്ന വീണ ജോർജ് മാന്യമായിട്ട് നിങ്ങൾ മാധ്യമപ്രവർത്തനം ചെയ്തങ്ങ് ജീവിച്ചാൽ പോരായിരുന്നു. അല്ല പിന്നെ നമ്മൾ എന്ത് പറയാണ്ട് 50 വർഷം കിടന്നാലും കുഴപ്പമില്ലെന്ന് പറയുന്ന ഡോക്ടേഴ്സ് അല്ലേ?
ഹർഷ, നമുക്ക് എണ്ണം പറയാൻ എത്ര കാര്യങ്ങളുണ്ട് ഹർഷ നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും പൊറുതി മുട്ടിയിരിക്കുകയല്ലേ. അപ്പൊ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കയറി റീത്ത് വെച്ചെങ്കിൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ കാണുന്ന 6 അടി 7 അടി അല്ലെങ്കിൽ വാളിനിടെ കൂടെ പോയ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ മേത്താണ് വെച്ചെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. വീണ ജോർജിന് രണ്ടാമതേ ആ റീത്ത് ചെല്ലുകയുള്ളൂ. ആദ്യം വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മേത്താണ്. പ്രതീകാത്മകമായി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സാർ, താങ്കളുടെ മേത്തേക്കാണ് ഈ റീത്ത് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി AK സെന്ററിൽ തന്നെ ആരും താങ്കൾക്ക് പറഞ്ഞു തരേണ്ടതില്ല എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ.